വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ LP ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിന് ചോദിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ അല്പം കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടി വരികയും കാൻഡിഡേറ്റ്സിനെ ഒന്ന് കുറച്ച് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും കൃത്യമായ ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നിങ്ങളുടെ യുക്തിക്ക് പറയേണ്ട ഉത്തരങ്ങളാണ് അധികം. അതിനാൽ തന്നെ അത് ഞാൻ ഉത്തരം പറഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു അഭിപ്രായമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക്. നിങ്ങളുടേതായ ഒരു ഉത്തരം നിങ്ങൾ ആലോചിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ഇൻ്റർവ്യൂകളിൽ എത്താം എന്നുള്ളൊരു അവയർനെസ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ക്ലാസ്സിൽ 3 കുട്ടികളുണ്ട്. ഒരാൾ EMS നമ്പൂതിരിപ്പാട്, രണ്ടാമത്തെ ആൾ അബ്ദുൽ കലാം, മൂന്നാമത്തെ ആൾ മോഹൻലാൽ. ഈ 3 കുട്ടികളും നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവരിൽ ആരെയായിരിക്കും ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുക? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. തുടർന്ന് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളുടെ ക്ലാസ് ലീഡറായിട്ട് നിങ്ങളാണ് ക്ലാസ്സിൻ്റെ ചാർജ്. ആ ക്ലാസ് ലീഡർ ആയിട്ട് നിങ്ങൾ ഈ 3 പേരിൽ ആരെ തിരഞ്ഞെടുക്കും? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ചോദ്യം കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതിന് അവിടെ ഉത്തരം പറഞ്ഞ വ്യക്തി പെട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഉത്തരമായിരിക്കും പറയാന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സെക്കൻഡോട് ഒന്ന് ആലോചിക്കുക. നമ്മൾ പെട്ടെന്ന് ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഏതുത്തരം പറയാം, ഏത് വേണമെങ്കിൽ ഓരോരുത്തരുടെയും ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. നിങ്ങൾ എന്ത് ഉത്തരം പറയുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിനനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ റൂമിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഏത് ഉത്തരമാണ് സെലക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു കാൻഡിഡേറ്റ് ഉത്തരം പറഞ്ഞത് അബ്ദുൽ കലാം എന്നാണ്. നിങ്ങൾ ആരെ സ്കൂൾ ലീഡർ ആക്കും എന്ന ചോദ്യത്തിന് അബ്ദുൽ കലാം എന്നും, ആരെ ക്ലാസ് ലീഡർ ആക്കും എന്നുള്ളൊരു ഉത്തരത്തിന് അബ്ദുൽ കലാം എന്നുള്ളൊരു ഉത്തരം തന്നെയാണ് പറഞ്ഞത്. ബാക്കി 2 പേരെയും ഈ ടീച്ചർ റിജക്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു ചോദ്യം എന്നോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഉത്തരം തീർച്ചയായിട്ടും അബ്ദുൽ കലാമിനേക്കാളും എന്തുകൊണ്ടും ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കുക EMSനായിരുന്നു. കാരണം എന്തുകൊണ്ടും നേതൃത്വപരമായിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് EMS നമ്പൂതിരിപ്പാട് എന്ന വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിനേക്കാൾ മികച്ച ഒരു നേതൃത്വമാണ് അല്ലെങ്കിൽ ആയിരിക്കും അബ്ദുൽ കലാം എന്ന വ്യക്തിയുടേത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നേതൃത്വ നിലയിൽ വരികയും അതിന് മികച്ച ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുകയും എല്ലാം കൊണ്ടും അത്തരത്തിലുള്ള ചിന്ത ആ ഒരു സമയത്താണെങ്കിലും എൻ്റെ ഒരു ഉത്തരം ആദ്യത്തെ ഒരു ഓപ്ഷൻ എപ്പോഴും EMS ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ തലവൻ എന്ന നിലയിൽ വളരെ മികച്ച നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു ലീഡറായിട്ട് ആരെ തിരഞ്ഞെടുക്കുമെന്ന ചോദ്യത്തിന് ചിലപ്പോൾ അബ്ദുൽ കലാം എന്ന ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. 2 ചോദ്യത്തിനും ഒരു ഉത്തരം പറഞ്ഞത് ഒരു നല്ല ഒരു ഇതായിട്ട് തോന്നിയില്ല. കാരണം 3 പേരുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരാളെ കൂടി ഓപ്ഷനിൽ സ്വീകരിക്കാം. കാരണം ഒരു ടീച്ചർക്ക് ഒരാളെ താല്പര്യമുണ്ട് എന്ന് വിചാരിച്ച് ആ ഒരു കുട്ടിക്ക് എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ നേതൃത്വവും നൽകുന്നു എന്നുള്ളൊരു ആശയമാണ് ഇപ്പം നമ്മൾ സ്കൂൾ ലീഡറായിട്ടും ക്ലാസ് ലീഡറായിട്ടും ഒരാളെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ 2 ചോദ്യത്തിനും ഒരാളെ ഓപ്റ്റ് ചെയ്യാന്നുള്ളത് നല്ലൊരു, അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ അത് അവർക്ക് ഇങ്ങനെയും ചിന്തിക്കാം. ഈ ടീച്ചർ ഇഷ്ടപ്പെട്ട കുട്ടിയെ 2 എണ്ണത്തിനും നേതൃത്വം ഏൽപ്പിച്ചു എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, നേതൃത്വ ഗുണം ആർക്കാണ് എന്ന് ചിന്തിക്കാതെയാണ് ടീച്ചർ ഈ ഒരു കുട്ടീനെ നേതൃത്വ ഗുണം ഉണ്ടെന്ന് വരുത്തി ആ കുട്ടിയെ സ്കൂൾ ലീഡറാക്കി. പക്ഷെ ഒരിക്കലും ഈ 3 വ്യക്തികളിലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ EMS ആയിരിക്കണം നേതൃത്വ ഗുണത്തിൽ
ഫസ്റ്റ് നിൽക്കേണ്ടത്. ഇതിനെ തുടർന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ തുടർന്ന് ചോദിച്ച ചോദ്യമാണ് ഒരു നല്ല ലീഡർ ആവാനുള്ള ക്വാളിറ്റീസ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ലീഡർ ആവാനുള്ള ക്വാളിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അധികം മുന്നോട്ട് പറയുന്നത് തീർച്ചയായിട്ടും ലീഡർ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. വെല്ലുവിളികളെ നേരിടാനും തീരുമാനങ്ങൾ എടുക്കാനും നല്ലൊരു ആത്മവിശ്വാസം ആ ഒരു കുട്ടിക്ക് വേണം. മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. മറ്റു കുട്ടികളുമായിട്ട് ആലോചിക്കാനും നിർദ്ദേശങ്ങൾ വ്യക്തമായി പങ്കുവയ്ക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ലീഡർ. മൂന്നാമത്തേതായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് നീതിനിഷ്ഠ അഥവാ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയാവുന്ന കാര്യം. അതായത് സത്യം, ന്യായം എന്നീ ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം ലീഡർ. മറ്റൊരു പറയാവുന്ന നമുക്കൊരു കാര്യം എബിലിറ്റി ടു ഇൻസ്പയർ, പ്രചോദനം നൽകാനുള്ള കഴിവ് ഉള്ള ഒരു കുട്ടിയായിരിക്കണം എപ്പോഴും ലീഡർ എന്ന് പറയുന്നത്. കൂട്ടുകാരെ ഒപ്പം നിർത്തുകയും ഒപ്പം മുന്നോട്ട് അവരെയും കൊണ്ടുവരാനുള്ളൊരു എബിലിറ്റി ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. തീരുമാനമെടുക്കാനുള്ള കഴിവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് അത് ഉള്ള ഒരു കുട്ടിയായിരിക്കണം ഒരു മികച്ച ലീഡർ എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത വഴി ശരിയാണെന്ന് ഉറപ്പാക്കാനും ആ ഒരു വഴിയിലൂടെ ആ കുട്ടികളെ നയിക്കാനുമുള്ളൊരു കഴിവ് ലീഡർക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സംഘടനാ ശക്തി, അതായത് ഒരു പദ്ധതി അത് ശരിയായിട്ട് നടപ്പാക്കാനും ആസൂത്രണം ചെയ്യാനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും എല്ലാം ആ കുട്ടിക്ക് നല്ല രീതിയിൽ കഴിവുണ്ടായിരിക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഴിവ് നമുക്ക് പറയാവുന്നത് ഓപ്പൺ മൈൻഡ്നെസ് ആണ്. ലീഡർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം മറ്റുള്ളവർക്ക് അതിനോടുള്ള ചിലപ്പോൾ അനുകൂലിച്ചായിരിക്കാം, ചിലപ്പോൾ പ്രതികൂലിച്ചായിരിക്കാം, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിരിക്കണം ലീഡർ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ലീഡറുടെ ക്വാളിറ്റീസ് ആണ്. അതിനാൽ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാവുന്നതാണ്. ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഴപ്പിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ടീച്ചർ നിരന്തര പഠിതാവാകണം എന്ന് പറയാനുള്ള ഒരു റീസൺ? എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ടീച്ചർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരങ്ങളുണ്ട്. വിഷയപരിജ്ഞാനം അത് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ടീച്ചർ ആകാൻ പഠിച്ച സമയത്ത് ഉള്ളൊരു വിജ്ഞാനത്തിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു ആശയങ്ങളായിരിക്കില്ല തുടർന്ന് അതിന് കൂടുതൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ കാലം മാറും തോറുമുള്ള ഓരോ വിഷയത്തിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ, പഠനങ്ങൾ എല്ലാം നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് പുതിയ പഠന രീതികൾ, സാങ്കേതിക വിദ്യകൾ, അതായത് പഠനത്തിലെ രീതികൾ സ്ഥിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടെക്നോളജി ഉപയോഗിച്ച് ക്ലാസ് എടുക്കാനായിട്ട് പ്രാപ്തരായ ടീച്ചർമാരായിരിക്കണം നമ്മൾ. ഇപ്പോൾ ICT ഉപയോഗിച്ചുള്ള ക്ലാസ് റൂമുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെല്ലാം ഓരോ ടീച്ചേഴ്സും ഞങ്ങൾ പഠിച്ചു വന്ന രീതി ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താതെ പുതിയ രീതികൾ വരുമ്പോൾ അതിനനുസരിച്ച് അവർ മാറണം. മറ്റൊന്നാണ് ഓരോ തലമുറയുടെയും ചിന്താ രീതികൾ വ്യത്യസ്തമായിരിക്കും. പഴയ രീതിയിലുള്ള ആ ഒരു ചിന്തകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ആശയങ്ങൾ എന്താണ്, അവർ എന്തെല്ലാം നൂതന ആശയങ്ങൾ അവരുടെ ഒരു ചിന്താ രീതിയിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും വരുന്നു എന്നറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും ടീച്ചേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പം തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ആശയങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രം നൽകാനാണെങ്കിൽ അതിന് ടീച്ചറുടെ മാത്രം ആവശ്യമില്ല. അവർക്ക് വായിച്ചു നോക്കിയാൽ തന്നെ ആ ആശയങ്ങളൊക്കെ ലഭ്യമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലപ്പുറമുള്ള നോളജ് നമ്മൾ നേരത്തെ തന്നെ സ്വായത്തമാക്കിയിട്ടായിരിക്കണം അവർക്ക് ക്ലാസ് എടുക്കാൻ ചെല്ലേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ആശയങ്ങൾ അവരുമായി പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ അവർക്കൊരു ആ ഒരു ക്ലാസ്സിൽ ഒരു അറ്റൻഷൻ പവർ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങൾ. ടീച്ചർ ഒരു നിരന്തര പഠിതാവാകണമെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാകണം എന്നുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ജൈവ വൈവിധ്യ ഉദ്യാനത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, ഒരുപാട് വട്ടം ചോദിച്ചതാണ്. നമുക്കിവിടെ വന്നൊരു ചോദ്യം, ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്നാൽ എന്താണ് എന്നാണ്.
ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറയുന്നത് ജൈവ വൈവിധ്യ ഉദ്യാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്കൂളിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും വേണം. ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളാവാനായിട്ടുള്ള ഒരു അവസരം നൽകുന്ന ഒന്നാണ്. ജൈവ വൈവിധ്യ രജിസ്റ്ററിന് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പ്രാദേശിക ജൈവ വൈവിധ്യത്തിൻ്റെ രേഖപ്പെടുത്തൽ, അതായത് സ്കൂൾ പരിസരത്തുള്ള സസ്യങ്ങളുടെ ജന്തുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവയുടെ ശാസ്ത്രീയവും പ്രാദേശികമായിട്ടുള്ള പേരുകൾ, വാസസ്ഥലങ്ങൾ, പ്രത്യേകതകൾ ഇതെല്ലാം രേഖപ്പെടുത്താനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥികളിൽ ഒരു പരിസ്ഥിതി ബോധം വളർത്താനായിട്ട് ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള പ്രക്രിയ വിദ്യാർത്ഥികളെ അവരുടെ പരിസരത്തെ പ്രകൃതിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നു. അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മറ്റൊന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ. രജിസ്റ്റർ തയ്യാറാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനായിട്ടും അവസരം ലഭിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഇതിനോടനുബന്ധിച്ച് പറയാവുന്ന കാര്യങ്ങൾ. കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും, അതായത് പൊതുവിദ്യാലയങ്ങളിലെല്ലാം തന്നെ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ജൈവ വൈവിധ്യ ക്ലബ്ബുകൾ സൃഷ്ടിക്കുകയും അതുപോലെ കുട്ടികളെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രദേശത്തെ ഒരു വൈവിധ്യത്തെപ്പറ്റി വളരെ ആഴത്തിലുള്ളൊരു അറിവ് തന്നെ ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറയുന്നത് വിദ്യാലയത്തിൽ അത്യാവശ്യം വേണ്ട രേഖകളിൽ ഒന്ന് തന്നെയാണ്. ഒരു ചോദ്യമായിരുന്നു അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ ശാരീരിക മാനസിക പരിമിതികൾ മറികടന്ന് പഠന പ്രക്രിയയിൽ പങ്കാളികളാകാനും അതുപോലെ തന്നെ പഠന ആശയങ്ങൾ നേടാനും വേണ്ടി ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവലിനെയാണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ അവർ സബ്ജക്റ്റ് പറഞ്ഞിട്ട്, അതായത് ഇൻ്റർവ്യൂ പാനൽ സബ്ജക്റ്റ് പറഞ്ഞിട്ട് ഇവിടെ ഒരു അനുരൂപീകരണ ടീച്ചിങ് മാനുവലിനുള്ള ഒരു പ്രവർത്തനം എന്താണ് നിങ്ങൾ തയ്യാറാക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അനുരൂപീകരണ ടീച്ചിങ് മാനുവലിന് ഒരു ആപ്റ്റായിട്ടുള്ള, ഓരോ സബ്ജക്റ്റിലും ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. കാരണം ഇത്തരത്തിലൊരു ആശയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം തയ്യാറാക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഇരുന്ന് പുതിയൊരു പ്രവർത്തനം കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനും ആപ്റ്റായിട്ടുള്ളത്, പ്രത്യേകിച്ച് UP ക്ലാസ്സുകളാകുമ്പോൾ ഓരോ സബ്ജക്റ്റിനും നമ്മൾ സ്പെഷ്യലായിട്ട് ഓരോ പ്രവർത്തനം ഏതെങ്കിലും ഒരു നമ്മുടെ പാഠപുസ്തകത്തിലെ ഒരു ഭാഗം എടുത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു അനുരൂപീകരണ ടീച്ചിങ് മാനുവലിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തനം തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. എം ലേണിംഗ് എന്നാൽ എന്താണ് എന്ന ചോദ്യം. എം ലേണിംഗ് എന്നത് മൊബൈൽ ലേണിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്നും നമുക്ക് വിദ്യാഭ്യാസം ആർജിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് എം ലേണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ, അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കേൾക്കാത്ത, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അധികം കാണാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യങ്ങൾ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. EMS അബ്ദുൽ കലാം മോഹൻലാൽ എന്നീ 3 വ്യക്തികൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഉണ്ട്. ഇവരെല്ലാവരെയും നിങ്ങൾ ലീഡറാക്കും. രണ്ടാമത്തേത് ഒരു നല്ല ലീഡറിൻ്റെ ക്വാളിറ്റീസ്. നെക്സ്റ്റ്, ടീച്ചർ ഒരു നിരന്തര പഠിതാവാകണം എന്ന് പറയാനുള്ള കാരണം. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്നാൽ എന്താണ്, അതെന്തിനാണ്? അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ, നിങ്ങൾ പ്രവർത്തനങ്ങൾ പറയുക എന്നുള്ളത്. എന്താണ് ടീച്ചിങ് മാനുവൽ എന്നതറിയാം. ഓരോ സബ്ജക്റ്റിനും ഒരു പ്രവർത്തനം നിങ്ങൾ തയ്യാറാക്കുക. മറ്റൊന്നാണ് എം ലേണിംഗ് എന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചോദ്യങ്ങൾക്കും മാക്സിമം ഞാനൊരു ഉത്തരം എങ്ങനെ പറയാം എന്നുള്ളൊരു ഐഡിയ തന്നിട്ടുണ്ട്. കുറച്ചുകൂടി നിങ്ങൾ വിപുലീകരിച്ച് മികച്ച രീതിയിൽ ഉത്തരങ്ങൾ തയ്യാറാക്കി മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം എത്തരം ചോദ്യങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല.
സോ ബി പ്രിപ്പയർഡ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് ഏതാണെന്ന് ഇതിനോട് ചേർന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എവർക്കും നല്ലൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.